മൺമറഞ്ഞ ഗജരാജശ്രേഷ്ഠൻ ഗുരുവായൂർ കേശവന് പ്രണാമം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നതേ പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഈ ബോർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെവിടെയാണ് സ്ഥലമെന്ന്. നമുക്ക് ആ പുന്നത്തൂർ കോട്ടയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മുടെ ഈ പുന്നത്തൂർ കോട്ടയിലേക്ക് വരാനുള്ള നമുക്ക് അതിനകത്തുള്ള ഒരു എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ് നമ്മൾ ഒരാളിൽ നിന്ന് അവർ വാങ്ങുന്നത്. പിന്നെ മൊബൈൽ ഫോണും ക്യാമറയും ഇതിനൊക്കെയാണെങ്കിൽ അഡീഷണൽ ചാർജ് വീണ്ടും കൊടുക്കണം. നമ്മൾ ആ കോട്ടയിലേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ആൽമരമാണ് കേട്ടോ. നല്ല വലിയൊരു ആൽമരമാണ്. പിന്നെ ആൽമരത്തിൻ്റെ സൈഡിലൂടെ നമുക്ക് നോക്കുമ്പോൾ കുറേ ആനകളെ തളച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ മതപ്പാടിലുള്ള ആനകളാണെന്നാണ് തോന്നുന്നത്. അങ്ങോട്ടൊന്നും ആരെയും വിടുന്നില്ല. അവിടെ കയറെല്ലാം കെട്ടി വേർതിരിച്ച് ഇരിക്കുകയാണ്. കണ്ട, കയർ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് പോവാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ആ സ്ഥലത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ശിലാബലകമൊക്കെ സ്ഥാപിച്ച ഒരു സ്ഥലം കാണാൻ പറ്റും. ഇത് നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ സ്ഥാപിക്കാനായി കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ആൽമരം. നമ്മൾ അവിടെ നിന്ന് ആദ്യം കണ്ടൊരു ആൽമരമാണ്. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ആൽമരമാണ് കേട്ടോ കാണാനായിട്ട്, ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ള. പിന്നെ നമ്മൾ നേരെ നടക്കുമ്പോൾ അടുത്തതായി കാണുന്നത് ഈ ആനകളെ കുളിപ്പിക്കുന്ന ഒരു കുളമാണ് ആ സൈഡിലുള്ളത്. വലിയൊരു കുളമാണ്. പിന്നെ ഈ പുന്നത്തൂർ കോട്ടയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ ഇടിഞ്ഞ് നാശമായിട്ടാണ് അവിടെ കിടക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും അവിടെ എത്തുമ്പോൾ തന്നെ. ഇത് മുമ്പ് നമ്മുടെ ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഈ ഒരു സ്ഥലം ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വടക്കൻ വീരഗാഥ, ഗുരുവായൂർ കേശവൻ, അങ്ങനെ ഒരുപാട് ചലച്ചിത്രങ്ങളിൽ ഈ ഒരു പുന്നത്തൂർ കോട്ടയും അതിൻ്റെ പരിസരവും എല്ലാം ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു ആനയാണ് കേട്ടോ. അവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആനകളെ തളച്ചിരിക്കുന്നത് കാണാം. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഓരോ ആനകളുടെയും പേരുകൾ അവിടെ ഒരിടത്തും വച്ചിട്ടില്ല. 1-2 ആനകളുടെ പേരുകൾ മാത്രമേ വച്ചിട്ടുള്ളൂ. അവിടെ നമുക്ക് ഈ ആനകളുടെ പേരോ ആനകളുടെ മറ്റു വിവരങ്ങളോ അങ്ങനെ പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. ഇതാണ് അവിടെ ഏറ്റവും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു. നമ്മൾ അടുത്തതായി കാണുന്നത് ഒരു ആനക്കൂടാണ് കേട്ടോ. ഒരു പഴയ ഒരു ആനക്കൂടാണ്. ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണ് ആ ഒരു ആനക്കൂട്. ഇതിലാണ് മുമ്പ് കാലത്ത് നമ്മൾ ആനകളെ പിടിച്ചു കൊണ്ടുവന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂടാണിത്. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊരു പ്രത്യേകതയായിട്ട് അവിടെ കാണുന്ന ഒരുപാട് മണൽ ഇറക്കിയിട്ടുണ്ട് ഈ ആനയൊക്കെ തളച്ചിരിക്കുന്നതിന് മുൻവശത്തായിട്ട്. എനിക്ക് തോന്നുന്നു ആനയ്ക്ക് ദേഹത്തേക്ക് ഈ പൂഴി വാരി എറിയുന്ന ഒരു സ്വഭാവം ആനയ്ക്കുണ്ടല്ലോ ദേഹത്തേക്ക്. അതിനുവേണ്ടിയാണ് ഈ മണൽ ഇറക്കിയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം എല്ലാ ആനകളെ തളച്ചിരിക്കുന്നതിൻ്റെ മുന്നിലും ഇതേപോലെ മണലിങ്ങനെ കൂനയായി ഇറക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ കൊമ്പ് കണ്ടോ, എന്ത് നല്ല വലിയൊരു ആനയാണ് കേട്ടോ. ആനയ്ക്ക് ആവശ്യമായ വാഴയുടെ കഷ്ണങ്ങൾ, പനമ്പട്ട, അങ്ങനെ എല്ലാ തീറ്റകളും ആനയ്ക്ക് അവിടെ ഒരുപാട് കൊണ്ടിട്ടിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഒരു സമയം കിട്ടുമ്പോൾ പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ പുന്നത്തൂർ ആനക്കോട്ട. ഇത് ഏകദേശം ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ആനക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടെ നിന്ന് ഓട്ടോയിൽ വേണമെങ്കിൽ ഓട്ടോയിൽ വരാൻ പറ്റും, ഇല്ലെങ്കിൽ ബസ്സിൽ വരാൻ പറ്റും ഗുരുവായൂരിൽ നിന്ന് ഈ സ്ഥലത്തേക്ക്. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ ആനയുടെ പേരൊന്നും അറിയത്തില്ല. ഇതിൽ ഈ വീഡിയോ കാണുന്നവർ ആനയുടെ പേരറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആനയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഏതൊക്കെ ആനയാണെന്നുള്ളത്. അതൊരു കാണുന്നവർക്കും വലിയൊരു നേട്ടമായിരിക്കും. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ഒരു ഒറ്റക്കൊമ്പൻ ആനയാണ് കേട്ടോ. ഇതിന് ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു ആനയാണ് ആ ഒരു കൊമ്പുണ്ടെങ്കിലും. അതും അവിടെ പനമ്പട്ടയെ കഴിച്ചങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും ചുറ്റി നടന്ന് വന്നപ്പോൾ നമ്മൾ ആകെ ഈ ഒരു ആനയ്ക്ക് മാത്രമേ അവിടെ ഒരു പേര് എഴുതി വെച്ചിട്ട് നൈം ബോർഡ് കണ്ടിട്ടുള്ളൂ. ഗുരുവായൂർ ദേവിദാസൻ എന്നൊരു ബോർഡ് കണ്ടു. ഈ ആനയുടെ പേരാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇവിടെ നമുക്കിപ്പോൾ ഒരുപോലെ കുറച്ച് ആനകളെ കാണാൻ പറ്റുള്ളൂ. ഈ 40ഓളം ആനകളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആനകളെ മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ആനകളെയൊക്കെ ഈ പുന്നത്തൂർ കോട്ടയിൽ തന്നെ ഉൾഭാഗത്തേക്ക് കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം തളച്ചിരിക്കുകയാണ്.
കാരണം അവരെല്ലാം മതപ്പാടിലാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് മതപ്പാടുള്ള ആനയെ തളച്ചിരിക്കുന്നിടത്തേക്ക് പോകാനുള്ള പ്രവേശനം നമുക്കില്ല. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു ആനയെ കുളിപ്പിക്കുന്നതാണ് കേട്ടോ. പാപ്പാൻ ഒരുപാട് ആജ്ഞകൾ നൽകിയാണ് ഈ ആനയെ കുളിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ ഒരു ആനയാണ് കേട്ടോ. 2 ആനയുണ്ട്. അതിലൊരു ആന ഇങ്ങനെ തലയാട്ടി നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അത് ഞങ്ങൾ ചെന്ന നേരം മുതലേ ഈ ഒരു തലയാട്ടക്കം തന്നെയാണ് ആനയ്ക്ക്. പിന്നെ ആ ആനയുടെ എതിർവശത്തായിട്ട് ഒരു പിടി ആനയെ തളച്ചിട്ടുണ്ട്. അത് ഓലയെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ ബാക്കിലായിട്ട് ആനകളുണ്ട്. അതെല്ലാം മതപ്പാടി തളച്ചിരിക്കുന്നതെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആന വളർത്തൽ കേന്ദ്രം കൂടെയാണ് ഈ പുന്നത്തൂർ കോട്ട. ഈ ആന വളർത്തൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലാണ്. അവരാണ് ഈ ആന വളർത്തൽ കേന്ദ്രം, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തി വയ്ക്കുന്ന ആനകളെയാണ് പ്രധാനമായും ഈ പുന്നത്തൂർ കോട്ടയിൽ താമസിപ്പിച്ച് പരിപാലിക്കുന്നത്. ഈ പുന്നത്തൂർ കോട്ടയുടെ പുനർനിർമ്മാണം നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവിടെ ആ കോട്ടയെ അതിൻ്റെ പൊളിച്ച ഓടുകളൊക്കെ അവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ച ഷീറ്റൊക്കെ കെട്ടി പല സ്ഥലങ്ങളും മറച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ ഇതിനകത്ത് ഒരു ക്ഷേത്രമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്നാണ് അവിടെ നിന്ന് ആ സെക്യൂരിറ്റിയോട് ചോദിച്ചവൻ പറഞ്ഞത്. കണ്ടോ, ഓടൊക്കെ പൊളിച്ചൂടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ അടുത്തേക്ക് കണ്ടാണ് ഒരു പിടിയാനയും ഒരു കൊമ്പനാനയും കൂടെ നിൽക്കുന്നത്. കാരണം നല്ല രസമുള്ള ഒരു പിടിയാനയാണ് കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൊമ്പനാനയും നിൽപ്പുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത ആനത്തറയിലേക്ക്. ഇതാണ് കേട്ടോ ആ കൊമ്പൻ, കണ്ടോ. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ ഈ റൗണ്ടിലേക്ക് പൂർത്തിയായി വരുമ്പോഴേക്ക് കാണാൻ പറ്റുന്ന 2 ആനകൾ.
ഇതാ പുന്നത്തൂർ കോട്ടയുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു ആനയാണ്. ഇനി ഞങ്ങൾ അടുത്ത് നിന്ന് സൂം ചെയ്തപ്പോൾ ഇതിൻ്റെ രണ്ട് കാലുകളിന് എന്തോ അസുഖമുള്ളതുപോലെ തോന്നി. രണ്ട് കാലും രണ്ട് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. കണ്ട, എന്താണെന്ന് അറിയത്തില്ല. ഇവിടെയും നമുക്ക് പ്രവേശനമില്ല എന്ന് ആദ്യം പറഞ്ഞ് കാണിച്ചൊരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ കയറ് കെട്ടിയിട്ടിട്ടുണ്ട്, അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞു. ഇതാണ് ആനകളെ കുളിപ്പിക്കുന്ന ആ ഒരു കുളം. കൊള്ളാല്ലേ, അടിപൊളിയല്ലേ. എൻ്റെ ഈ പുന്നത്തൂർ ആനക്കോട്ടയും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.